ഇന്ന് ഞാനൊരു ചക്കയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ചക്കയുടെ പൾപ്പെടുത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കാൻ പോകുക. അതിനുള്ള തേങ്ങയാണിത്. അരിപ്പൊടി ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ കപ്പിൽ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല നൈസ് പൊടിയാണ് കേട്ടോ. ഇത് പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നൈസ് പൊടിയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ചക്കയുടെ പൾപ്പ്. ചക്ക ഞാൻ ഇത് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയിട്ട് ശർക്കരയും ചേർത്ത് വിളയിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് കേടാകത്തേയില്ല. എത്ര നാൾ നമ്മൾ സൂക്ഷിച്ചാലും ഇത് കേട് വരാതെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ അത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് ഉപയോഗിക്കാം. അടുത്ത ചക്കക്കാലം വരുന്നതിന് വരെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഏലക്കയാണ്. 2 ഏലക്കയുടെ മണി എടുത്ത് വെച്ചതാണ്. കുറച്ച് ചെറിയ ജീരകവും. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സിയുടെ ജാറ്. നമുക്കത് ആ മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് ഞാൻ എടുക്കാൻ വേണ്ടി ഞാനത് പാത്രം ഇങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇടണം. ഇതിന് മധുരം വേണമല്ലോ ഈ അടയ്ക്ക്. ഇതിന് തെരളിയപ്പമെന്നും പറയും. 3 സ്പൂൺ പഞ്ചസാര ഇടാണ്. എന്ന് പറയും, അത് തെറുത്തപ്പം എന്ന് പറയും. പിന്നെ ഇത് കുമ്പിൾ കുത്തിയിട്ട് കുമ്പിളിനകത്ത് ഉണ്ടാക്കിയാണ് കുമ്പിളപ്പം എന്ന് പറയും. 3 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. അത് ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണൊന്നുമല്ല, ടീസ്പൂണാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇന്ന് ഇത് അരിപ്പൊടി ഇടുകയാണ്. പഞ്ചസാരയ്ക്കകത്തേക്ക് അരിപ്പൊടി ഇടുക. എന്നിട്ട് നമുക്ക് ആ അരിപ്പൊടി ഇട്ട് പഞ്ചസാരയായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യണം. നന്നായി ഒന്നങ്ങ് മിക്സ് ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് കൂടുതൽ പഴുത്ത ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയുടെ പുറമൊക്കെ കറുപ്പൊക്കെ വന്നിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. ചെറുപഴം കൊണ്ട് ചെയ്യാം, ഒക്കെ ചെയ്യാം നമുക്ക്. ചക്ക കൊണ്ട് ചെയ്യാം. ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഈ ഇത് തേങ്ങ അതിനകത്തേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് തേങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ട് അതിനകത്ത് ജീരകവും ഏലക്കയും കൂടി ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആ ഏലക്ക അതിനകത്തേക്ക് ഇടാം. ഇനി നമുക്ക് ആ ജീരകവും കൂടെ ഇടാം. വെള്ളം ഞാൻ ഉപ്പ് ഇട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം പാകത്തിന് ഒഴിച്ചാൽ മതി നമുക്ക്. അപ്പം ഞാൻ കുഴച്ച് കാണിക്കുന്നുണ്ട്, അതേപോലെ കുഴച്ചാൽ മതി. വെള്ളം പാകത്തിന് ചേർത്ത് കുഴച്ചാൽ മതി. അത് ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അരിപ്പൊടി ഞാൻ ആ പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പിട്ട വെള്ളമാണ്. ഉപ്പിട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ആ വെള്ളം നമുക്കതിനകത്തേക്ക് ഒഴിക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് ആദ്യം നോക്കാം. നോക്കിയതിന് ശേഷം പിന്നെ നമുക്കൊരു കാര്യമുണ്ട്. ഈ ചക്ക വിളയിച്ച് വെച്ചിരിക്കുന്ന ചക്കയാണ്. അപ്പോൾ അതിനും നനവുള്ളതല്ലേ. അന്നേരം നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. എന്നാലും ഇതിൽ കുറച്ചും കൂടെ വെള്ളം വേണം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കണം. വെള്ളം കുറവായപ്പോൾ ഇതിനകത്ത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കണ്ട. ഇത് നമുക്ക് 10 മണി പലഹാരമായിട്ടും 4 മണി പലഹാരം, മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ലോണം കഴിച്ചോളും. നല്ല ടേസ്റ്റുമാണ് ഇതിന്. കുറച്ച് വെള്ളം ചേർക്കട്ടെ. ഇനി നമുക്കിതിനകത്ത് ചക്ക ഇട്ടിളക്കണം. അതേപോലെ നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇട്ടിളക്കണം. നല്ല സോഫ്റ്റും ആയിരിക്കും ഇത്. ചക്ക നമുക്ക് അതിനകത്തേക്ക് ഇടാം. ഈ ചക്ക നമുക്ക് നന്നാക്കി ഒന്ന് ഇളക്കി ചേർക്കണം. തേങ്ങയും അതിനകത്തേക്ക് ഇട്ടിട്ട് വേണം ഇളക്കാൻ. നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ആയിക്കോളും. അല്ലാതെ ഓരോന്നോരോന്ന് ഇളക്കി വരും പിന്നെയും നമ്മൾ ഇളക്കണ്ടേ. അപ്പോൾ നമുക്ക് ചക്ക ഇട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആ തേങ്ങയും കൂടെ അങ്ങിട്ട്, അത് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയാണ്. നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കാം നമുക്ക്. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മളെന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമുക്കത് ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നതിലല്ല,
ആ സാധനം എങ്ങനെ ഉണ്ടാക്കുന്നത്, അത് ടേസ്റ്റ് ഉള്ളതാണോ, അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്ത് ഗുണമുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഒരു ഫുഡ് ഉണ്ടാക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ ചക്ക ഏറ്റവും നല്ല സാധനമല്ലേ. അതിപ്പോൾ ചക്കപ്പഴം കിട്ടാത്ത കാര്യമാണ്. ചക്കയൊന്നും പഴുക്കാറായിട്ടില്ലല്ലോ. ഞാൻ ഇതിന് എടനയില എന്ന് പറയും, വഴനയില എന്ന് പറയും, തെരളിയില എന്ന് പറയും, അങ്ങനെ 3-4 പേര് ഇതിന് പറയും. പക്ഷേ ഇത് ഇവിടങ്ങളിലെല്ലാം പറമ്പിൽ മുഴുവൻ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറവാണ്. ഇത് ഞാൻ ഇടുക്കിയിൽ നിന്ന് എൻ്റെ മോളെ കൊണ്ട് കൊണ്ടുവച്ചതാണ്. മോള് വന്നപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു കുറച്ച് ഇല കൊണ്ടുവരാൻ. അങ്ങനെ അവൾ കൊണ്ടുവന്നത്. ഞാനത് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോകും, ഒരു കരിയിലയുടെ കളർ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു ഇച്ചിരി എണ്ണ കയ്യെ തൊട്ടിട്ട് നമ്മളിതിങ്ങനെ അങ്ങ് പരത്തിയാൽ മതി. ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പരത്തണം. ഇത് കുമ്പിൾ കുത്തിയിട്ട് കുമ്പിളിനകത്തും ഉണ്ടാക്കാം കേട്ടോ. ഇതിങ്ങനെ തെറുത്തപ്പം എന്ന് പറയുന്നത് ഇത് തെറുത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പറയുക. ചക്കയപ്പം എന്നും പറയും, തിരളിയപ്പം എന്ന് പറയും, കുമ്പിളിലാക്കുകയാണെങ്കിൽ കുമ്പിളപ്പം എന്ന് പറയും, കുമ്പിളിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ. ഈ ഇലയിൽ തന്നെ വേണമെന്നില്ല, വാഴയിലയിൽ ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ. അതൊന്ന് മടക്കി അതിന് ശേഷം നമുക്ക് തങ്ങ് തെറുക്കാം. ഇനി നമുക്കൊരു ഈർക്കിൽ കൊണ്ടൊരു കുത്തൂടെ കൊടുക്കാം, അത് നിവർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈർക്കിലൊക്കെ ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴം കൊണ്ടും ചെറുപഴം കൊണ്ടും മത്തങ്ങ പഴുത്തത് കൊണ്ട് ഒക്കെ ഉണ്ടാക്കാം. മത്തങ്ങ പഴുത്താണെങ്കിലും നല്ലതാണ്. മത്തങ്ങയാണെന്നൊന്നും അറിയത്ത് പോലുമില്ല. അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കയ്യലിച്ചിരി എണ്ണ തൂത്തിട്ട് ഒന്നങ്ങ് പരത്തിയാൽ മതി. ഇന്നേരം അത് നല്ലപോലെ ഇതായിട്ട് നിൽക്കും. ആ ഇലയുടെ വലുപ്പത്തിൽ പരത്തണമെന്നൊക്കെയാണ് അതിൻ്റെ കണക്ക് കാരണവന്മാർ പറയുക. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന അപ്പങ്ങളാണ്. ഇപ്പോഴിതൊന്നുമില്ല. ഇപ്പോഴൊക്കെ എല്ലാ പിള്ളേർക്കൊക്കെ നമുക്ക് ഫാസ്റ്റ് ഫുഡല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി തരും. അന്ന് മിക്സിയൊന്നുമില്ല. അരി ഉരലിൽ ഇടിച്ച് പൊടിച്ചാണ് ഞങ്ങൾ വറുത്ത് ഇതുണ്ടാക്കുന്നത്. ഇത് വറുത്ത പൊടിയാണ് കേട്ടോ ഇതിന് വേണ്ടത്. അരി ഇടിച്ച് പൊടിച്ച് വറുക്കുക. ഞാനിത് മിക്സിയുടെ ജാറി പൊടിച്ചതാണ് കേട്ടോ. അതുപോലെ തേങ്ങ കൃഷി ചെയ്യുന്ന അരകല്ലേ വെച്ചിട്ടാണ് അന്നൊക്കെ. അന്ന് കൃഷി ചെയ്യല്ല, ചതച്ചെടുക്കുക ചെയ്യുക. ആദ്യം ഏലക്കയും ജീരകവും ചതയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ വെച്ച് വെറുതെ ഒന്ന് അരകല്ല് കൊണ്ട് കുഴവി കൊണ്ടൊന്ന് ഉരുട്ടി ഇങ്ങെടുക്കും. ഇങ്ങനെ ആക്കിയെടുക്കും. ഇനി ഇത് മൊത്തവും നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് ആക്കിയെടുക്കാം. മൊത്തവും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി കുട്ടകത്തിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് ഇഡ്ഡലി കുട്ടകത്തിൻ്റെ അടപ്പ് കൊണ്ട് നമുക്ക് അടച്ചിട്ട് ഒരു 20 മിനിറ്റ് നല്ല ഫ്ലെയിമിലങ്ങ് കത്തിച്ചാൽ മതി. ആ 20 മിനിറ്റ് കൊണ്ട് തന്നെ അത് ശരിയായിക്കോളും. ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ പഴയ ഭക്ഷണങ്ങളാണ്. ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ചൂടോടെ പൊളിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ അടർന്ന പോലെ വരുന്നത്. അതല്ലെങ്കിൽ ഒരില പോലെ തന്നെ അതിങ്ങ് പൊളിഞ്ഞു വന്നോളും. അങ്ങനെയാണത്. ഞാനങ്ങ് ഇളക്കിയെടുക്കാം നമുക്ക്. ഇപ്പോൾ അത് ഇളകി വരാത്തതിൻ്റെ കാരണം ചൂടോടെ തന്നെയാണ് ഞാൻ എടുത്ത് പൊളിച്ചത്. അതുകൊണ്ടാണ്. നല്ലോണം തണുത്തിട്ടാണ് ഈ ഒരു ഇലയായിട്ട് തന്നെ നമുക്കിങ്ങ് അടർത്തിയെടുക്കുക. അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നെ ഹെൽപ്പ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എന്നെ മറക്കരുത്. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ചക്കയുടേത് തന്നെ ഇനി അടുത്തൊരു വീഡിയോ കൂടി ഞാൻ ഇടുന്നതാണ് ഇത് കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ട് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലുള്ള വീഡിയോകളാണ് ഞാൻ കൂടുതൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇത് അതാണ് ഇപ്പോൾ ഞാൻ പൊളിച്ച് കാണിച്ചതിൽ നല്ലപോലെ ഇളകി വരുന്നുണ്ട്. കണ്ടോ, അത് നല്ലപോലെ ഇളകി വരുന്നുണ്ട്. അത് തണുത്തത് കൊണ്ടാണ് ഇത് നല്ലോണം ഇളകി വരുന്നത്. ആദ്യത്തേത് അങ്ങനെ വന്നില്ല. അത് തണുക്കുന്നതിന് മുമ്പ് എടുത്ത് ഞാൻ ചൂടോടെ എടുത്ത് കാണിച്ചത് കൊണ്ടാണ്.
ഇത് നമുക്ക് 10 മണിക്കത്തേക്കും 4 മണിക്കത്തേക്കും ഒരു ചായക്കടിയാണ്. മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വിശന്ന് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളും. ചക്കയൊക്കെ ഒരുപാടുണ്ടാകുന്ന കാലത്ത് മുഴുവൻ ഒന്നിച്ചിങ്ങനെ ചീഞ്ഞ് വീഴുക ചെയ്യുക. എന്നിട്ടെല്ലാം ചീഞ്ഞ് വീണങ്ങ് പോകും. നമുക്ക് ഇതെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. ഇത് ചക്ക ഇങ്ങനെ അപ്പം മാത്രമല്ല, നമുക്ക് ഇതുകൊണ്ട് അലുവയുണ്ടാക്കാം, പല സാധനങ്ങളും ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം. അപ്പം നമ്മളതൊക്കെ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചക്ക കേടുവരുത്തി കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാമെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ട് ഇതുപോലെ ഉപയോഗിക്കാം. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.